ഞാൻ പഠിച്ച ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കൊടുവള്ളിയിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ വന്നത് കുറച്ച് മെയിൻ്റനൻസ് വർക്കുമായിട്ടാണ്. അതായത് ഇലക്ട്രിക്കൽ വർക്ക് ബന്ധപ്പെട്ട് കുറച്ച് ഫാന് വർക്ക് ചെയ്യുന്നില്ല, പിന്നെ കുറച്ച് റൂമിലേക്ക് പവർ എത്തില്ല എന്ന് പറഞ്ഞു വിളിച്ചു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ പഠിച്ച സമയത്ത് ഇവിടെ ഉള്ള ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബിൽഡിംഗ് മാത്രമായിരുന്നു. പിന്നെ ഇപ്പോൾ ഇതാക്കണ അപ്സ്റ്റെയർ എടുത്ത് ഇങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മേത്തേക്ക് അതായത് ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ ഉള്ളൂ ഞങ്ങൾ വന്ന സമയത്ത്. ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും ഇപ്പോൾ നമ്മൾ കോളേജിൻ്റെ കവാടം കയറി വരുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് കാണുന്ന ക്ലാസ് റൂം തന്നെയായിരുന്നു BCom ക്ലാസ് റൂം. അപ്പോൾ തൊട്ടപ്പുറത്തുള്ള ക്ലാസ് റൂം BA ഇംഗ്ലീഷാണ് വരുന്നത്. അങ്ങനെ 4 ഡിപ്പാർട്ട്മെൻ്റായിരുന്നു കോളേജിൽ ഉണ്ടായിരുന്നത്. BA മലയാളം, അതുപോലെ തന്നെ BSc സ്റ്റാറ്റും. ഇന്ന് കോളേജിലെ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് എക്സാം കഴിഞ്ഞ സമയത്താണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നത്. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് നമ്മുടെ ഓഫീസിൻ്റെ ആ ഒരു ഭാഗമാണ് വരുന്നത്. ഇതാണ് BSc സ്റ്റാറ്റ്. നമ്മുടെ ഹാളാണിത്. നമ്മുടെ ചുരുങ്ങിയ പരിധിക്കുള്ളിൽ നമ്മളെല്ലാ പരിപാടികളും പ്രോഗ്രാമുകളൊക്കെ നടത്തി വന്ന നമ്മുടെ ഈ ഒരു ഹാള്, എൻ്റെ സ്റ്റെയർ കേസ്, നമ്മളെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഉപകരണങ്ങളൊക്കെ വെക്കുന്ന ഒരു സ്റ്റോർ റൂമായിട്ടായിരുന്നു അത് ഉപയോഗപ്പെടുത്തിയിരുന്നത്. ആദ്യം ഈ ഗ്രൗണ്ട് ഫ്ലോറായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HODയുടെ റൂം, അതുപോലെ തന്നെ ലാബ്. പിന്നെ വരുന്നത് നമ്മളെ ഓഫീസ് റൂം, അതുപോലെ തന്നെ ലൈബ്രറിയാണിത് കാണുന്നത്. ഓഫീസ് റൂമിൽ ഒരു പ്രിൻസിപ്പാൾ റൂം. നമ്മുടെ കോളേജിൻ്റെ പുറം വശം, അതായത് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടി ഇവിടെ കാണിച്ചു തരാം. മുഹമ്മദ് കോയ മെമ്മോറിയൽ. അപ്പോൾ ഞാൻ 19-20 വർഷത്തായിരുന്നു ഈ ഒരു ബിൽഡിങ്ങിലേക്ക് മാറി. അതിന് മുമ്പ് കടലാന്തി കോളേജിലായിരുന്നു, ഒരു താൽക്കാലിക കെട്ടിടത്തിൽ. അപ്പോൾ ഇതിന് വന്ന നിലവിലിപ്പോൾ ഒരു 5 വർഷത്തോണ്ട് കോളേജിന് വന്ന മാറ്റങ്ങളാണ്. ആദ്യം ഈ ഗ്രൗണ്ട് ഫ്ലോർ ആയിരുന്നുള്ളത്, നേരെ തല വരെയുള്ള. ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോർ വന്ന് ഇനിയിപ്പോൾ സെക്കൻഡ് ഫ്ലോറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. 5 വർഷത്തോണ്ട് ഈ കോളേജിനുണ്ടായ മാറ്റങ്ങൾ, വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ആദ്യമൊക്കെ കോളേജ് എന്നൊന്ന് പറയാൻ വേണ്ടി പേരിന് മാത്രമുള്ളൊരു സംവിധാനങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാക്കുന്ന ഈ ഒരു ഭാഗങ്ങളൊക്കെ ഇപ്പോൾ കെട്ടി കല്ലൊക്കെ വെച്ച് ഞാൻ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ സ്ഥലം കൂടിയ അല്ലല്ല കോളേജിൻ്റെ മാറ്റങ്ങളൊക്കെ